ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഫ്രിഡ്ജിൻ്റെ പുറവശമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ മിക്സി, ഗ്രൈൻഡർ ഇതൊക്കെ ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഒരിക്കൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് പോലെ ഫ്രിഡ്ജിൻ്റെ പുറവശമൊക്കെ നമ്മളൊന്ന് തുടച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഫ്രിഡ്ജിൻ്റെ അകത്ത് നമ്മൾ അത്രയ്ക്ക് ക്ലീൻ ചെയ്യാറില്ല, അതായത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതായത് ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ സാധനങ്ങളെല്ലാം വെളിയിലെടുത്തിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ തുടച്ച് വിടാറുള്ളൂ. ഇതേ നമ്മൾ കൂടുതലും പേര് ഇങ്ങനെ ചെയ്യാറുള്ളൂ. പക്ഷേ ഫ്രിഡ്ജിന് ഡീപ്പ് ക്ലീനിങ് ആവശ്യമാണ്. മാക്സിമം 3 months അല്ലെങ്കിൽ 4 monthsനൊരിക്കൽ നമ്മൾ ഫ്രിഡ്ജ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം. മെയിനായിട്ട് ഫ്രിഡ്ജിൻ്റെ വാഷർ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഡോർ ക്ലോസ് ചെയ്യുന്ന സ്ഥലത്ത് റബ്ബർ പോലെ ഒരു സാധനം കൊടുത്തിട്ടുണ്ടാകും. അവിടെയാണ് കൂടുതൽ അഴുക്കുണ്ടാവുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊരു 10-15 മിനിറ്റിൽ പെട്ടെന്ന് അതുപോലെ നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് മുൻപ് ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി ഇടുക. അതിനുശേഷം അകത്തുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് തുടച്ചു കൊടുക്കാം. ഞാനിപ്പം എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ടുണ്ട്. വെറുതെ ഒരു കോട്ടൺ തുണി കൊണ്ട് എല്ലാം ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള അഴുക്കുകളെല്ലാം ഞാൻ തുടച്ചെടുക്കുവാണ്. സോപ്പ് അങ്ങനെ ഐറ്റങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. വെറുതെ ഒരു തുണി കൊണ്ട് ഞാൻ എല്ലാം തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ സൈഡിലൊക്കെ ചില ഫ്രിഡ്ജിലൊക്കെ കമ്പികളുണ്ടാവും, കമ്പി പോലത്തെ സ്റ്റാൻഡ് ഉണ്ടാവും. ചില ഫ്രിഡ്ജിലൊക്കെ കണ്ണാടി പോലത്തെ സ്റ്റാൻഡ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ കണ്ണാടി പോലത്തെ ഉള്ള സ്റ്റാൻഡാണ്. നമ്മൾ പുറത്ത് എടുക്കുമ്പം വളരെ കെയർഫുള്ളായിട്ട് എടുക്കണം. കണ്ണാടി പെട്ടെന്ന് ഉടയാൻ, അതായത് താഴെ വീഴാനുള്ള സാധ്യത കൂടുതലുണ്ടാവും. കാരണം നമ്മളെ കയ്യിൽ ഈർപ്പം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് മാറ്റുക. കമ്പിയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൽ 2 അല്ലെങ്കിൽ 3 സ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിൽ നാരങ്ങ വെള്ളവും നമുക്ക് ചേർക്കാം. ഞാൻ വെള്ളവും വിനീഗർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഒരു തുണി കൊണ്ട് നനച്ചിട്ട് അത് നല്ലോണം പിഴിഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് സ്മെല്ലുണ്ടാവില്ല. നമ്മൾ വിനീഗർ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ എപ്പോഴും ഫ്രിഡ്ജിലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇത് വിനീഗർ ചേർത്ത് നമ്മൾ തുടയ്ക്കുമ്പം ഈ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ഞാൻ വെറുതെ തുണി കൊണ്ട് എല്ലാം തുടച്ചു കൊടുത്തതാണ്. അതിൽ അഴുക്കൊക്കെ പോകും. അതിനുശേഷം സ്മെല്ലുണ്ടാവാതിരിക്കാൻ വിനീഗർ ചേർത്ത വെള്ളത്തിൽ നമ്മൾ തുണി നനച്ചിട്ട് നല്ലോണം എല്ലാ സ്ഥലത്തും നല്ല ഡീപ്പായിട്ട് നമുക്ക് തുടച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ചു കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ എല്ലാം തുണി കൊണ്ട് തുടച്ചതാണല്ലോ, അതുകൊണ്ട് അഴുക്കൊന്നും കാണില്ല. അപ്പോൾ നല്ലോണം എല്ലാം തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിലുള്ളതെല്ലാം തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഡോറിലുള്ള ഈ സ്റ്റാൻഡെല്ലാം നമുക്കൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആദ്യം ഒരു തുണി കൊണ്ട് തുടച്ചിട്ട് പിന്നെ വിനീഗറും വെള്ളവും മിക്സാക്കിയിട്ട് അതിലൊരു തുണി നനച്ച് നമുക്ക് ഇതൊന്ന് നല്ലോണം പിഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുടച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലിൽ വെള്ളവും വിനീഗറും മിക്സാക്കിയിട്ട് നമുക്കത് സ്പ്രേ ചെയ്തിട്ട് അങ്ങനെയും തുടച്ചെടുക്കാം. അതും എളുപ്പമാണ്. ഫ്രിഡ്ജിൽ കൂടുതൽ അഴുക്കുണ്ടാകുന്ന സ്ഥലം ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വരുന്ന സൈഡിൽ വരുന്ന റബ്ബറില്ലേ, അവിടമാണ് കൂടുതൽ ഉണ്ടാവുക. ഇതിൽ അണുക്കളുണ്ടാവും, ചെറിയ പൂച്ചകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാവും. നമുക്ക് കണ്ണിൽ കാണുമ്പം അറിയില്ല, പക്ഷേ ഇതിൽ തീർച്ചയായിട്ടും അഴുക്കുണ്ടാവും. അപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ തുടച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ കൂടുതൽ ഉണ്ടാകുന്നെങ്കിൽ അതിലൊരു ചെറിയ ബ്രഷ് കൊണ്ട് നമുക്ക് തുടച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ വിനീഗറിൽ നനച്ച ടവൽ കൊണ്ട് നല്ലോണം തേച്ചെടുത്താലും മതി. അഴുക്ക് എളുപ്പത്തിൽ വരും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ അഴുക്കൊക്കെ പെട്ടെന്ന് വരും. പക്ഷേ 1 വർഷം 2 വർഷമൊക്കെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാതെ ചിലരൊക്കെ വെച്ചേക്കും. അങ്ങനത്തെ ഫ്രിഡ്ജുകളിൽ ആ വാഷറിൽ ഒരുപാട് അഴുക്കുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിനീഗർ വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഒരു ബ്രഷ് കൊണ്ട് നല്ലോണം തേച്ചെടുക്കാം. വിനീഗർ വെള്ളം കൊണ്ട് തേച്ചെടുക്കുമ്പം അഴുക്കൊക്കെ തന്നെത്താനെ ഇളകി വരും. അപ്പോൾ നമുക്ക് തുടച്ചെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാവും. ഇപ്പം ഞാൻ മുകൾ ഭാഗം ഡോറെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ ഫ്രീസർ താഴെയാണ്, ഫ്രിഡ്ജ് മുകളിലും ഫ്രീസർ താഴെയും. അപ്പോൾ ഞാൻ ഫ്രീസർ ഇനിയാണ് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലും നമുക്ക് ആദ്യം ഒരു തുണി കൊണ്ട് നല്ലോണം തുടച്ചു കൊടുക്കാം. തുടച്ചു കൊടുത്തതിന് ശേഷം വിനീഗറും വെള്ളവും മിക്സാക്കി വെള്ളത്തിൽ നമുക്ക് ടവൽ നനച്ചിട്ട് അതുകൊണ്ട് തേച്ച് കൊടുക്കാം. സ്മെല്ലുണ്ടാവില്ല. വിനീഗർ നമ്മൾ തേക്കുമ്പം സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഫ്രിഡ്ജിൽ. ഈ വിനീഗറും വെള്ളവും മിക്സാക്കിയ സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് മാത്രമേ തുടച്ചെടുക്കാവൂ. പുറത്ത് ആ സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യരുത്.
വിനീഗർ നമ്മൾ പുറത്ത് യൂസ് ചെയ്യുവാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഷൈനിങ് ഒക്കെ പോവും. അപ്പോൾ അകത്ത് മാത്രമാണല്ലോ സ്മെല്ലുണ്ടാവുക. അപ്പോൾ അകത്ത് മാത്രം നമുക്ക് വിനീഗർ യൂസ് ചെയ്താൽ മതി. വിനീഗർ മാത്രമല്ല, നമുക്ക് ലെമൺ ജ്യൂസും യൂസ് ചെയ്യാം. ഫ്രിഡ്ജായാലും ഫ്രീസറായാലും നമ്മൾ ക്ലീൻ ചെയ്യുമ്പം അതിൻ്റെ ഇടുക്ക് സ്പേസൊക്കെ, ഇടയ്ക്ക് ആ ചെറിയ സ്പേസൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് അത് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം. ആ ചെറിയ സ്പേസിലൊക്കെയാണ്, ആ ഇടുക്കിലൊക്കെയാണ് അഴുക്കുകളൊക്കെ കൂടുതൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞാനിപ്പം ഫ്രീസറും ഫ്രിഡ്ജും ഡോറും എല്ലാം നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം, അതായത് വാഷർ ഉൾപ്പെടെ, നമ്മളിപ്പോൾ ഡോർ ക്ലോസ് ചെയ്യുന്നില്ലേ, ആ റബ്ബർ ഉൾപ്പെടെ എല്ലാം നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മാക്സിമം 3 അല്ലെങ്കിൽ 4 മാസത്തിലൊരിക്കൽ ഇത് ചെയ്യാറുണ്ട്. മാസത്തിലൊരിക്കൽ വെറുതെ ഫ്രിഡ്ജ് ഒന്ന്, അകത്തുള്ള സാധനങ്ങളെല്ലാം പുറത്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും അകത്ത് വെക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ള ഗ്ലാസും അതിൻ്റെ ബോക്സും ഒക്കെ നമുക്കിനി ക്ലീൻ ചെയ്യണം. നമുക്കത് സോപ്പ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഷ് വാഷർ കൊണ്ടോ നമുക്കത് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. ചില ഫ്രിഡ്ജിലൊക്കെ കമ്പികളുണ്ടാവും ബേസായിട്ട്, ചില ഫ്രിഡ്ജിലൊക്കെ ഗ്ലാസ് ആവും, ചിലയിടത്ത് ഫൈബറോ അല്ല പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ ബേസ് ഉണ്ടാവും. എൻ്റെ ഫ്രിഡ്ജിൽ ഗ്ലാസ് ആണ്. അപ്പോൾ ഫ്രിഡ്ജിൽ ഗ്ലാസ് ബേസായിട്ടുള്ള അത് എടുത്ത് മാറ്റുമ്പം വളരെ കെയർഫുള്ളായിട്ട് എടുത്ത് മാറ്റണം. കാരണം പൊട്ടാൻ സാധ്യത, താഴെ വീഴുന്നാൽ ചിലപ്പം പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് എടുത്ത് മാറ്റുന്നത്. വിം ജെല്ല് കൊണ്ടാണ് ഞാനിത് നല്ലോണം തേച്ചെടുക്കുക. സ്ക്രബ്ബർ യൂസ് ചെയ്യേണ്ട, സ്ക്രബ്ബർ യൂസ് ചെയ്ത സ്ക്രാച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ വിം ജെല്ല് കൊണ്ട് നല്ലോണം, നമുക്ക് സ്പോഞ്ച് കൊണ്ട് നന്നായിട്ട് അതൊന്ന് തേച്ച് ഇളക്കിയാൽ മതി, അഴുക്കൊക്കെ പോവും. ഞാനിപ്പം എൻ്റെ കിച്ചണിലുള്ള സിങ്കിൽ വെച്ചാണ് ഇത് കഴുകുന്നത്. അപ്പം വളരെ കെയർഫുള്ളായിട്ട് കഴുകുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും തട്ടിയാലോ മുട്ടിയാലോ ഇത് കീറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഞാനിത് കഴുകുന്നുണ്ട്. അത് നമ്മൾ കഴുകുന്ന സ്ഥലവും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വളരെ ചെറിയ സ്ഥലത്തിൽ വെച്ച് നമ്മൾ കഴുകുവാണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് നമുക്കത് കഴുകണം. പൈപ്പിലൊക്കെ തട്ടാനുള്ള സാധ്യത ഉണ്ടാകും. എടുത്ത് മാറ്റുമ്പോഴോ അല്ല നമ്മളത് തിരിച്ചെടുക്കുമ്പോഴത്തേക്കോ പൈപ്പിലൊക്കെ തട്ടാനുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള സാധനങ്ങളുടെ പുറത്തൊക്കെ തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഗ്ലാസ് നമ്മൾ കഴുകുമ്പോൾ കെയർഫുള്ളായിട്ട് നമ്മൾ കഴുകിയെടുക്കണം. ഞാനിപ്പോൾ എല്ലാ ഗ്ലാസും ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ബോക്സ്, ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കുന്ന ബോക്സും ഫ്രൂട്ട്സ് വെക്കുന്ന ബോക്സ്, അതുപോലെ വെജിറ്റബിൾസ് വെക്കുന്ന ബോക്സ്, എല്ലാ ബോക്സും ഞാനിതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ബോക്സൊക്കെ കഴുകുമ്പോഴും നമ്മൾ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യാതെ സ്പോഞ്ച് സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകിയെടുക്കാം. കമ്പി കൊണ്ടുള്ള സ്ക്രബ്ബർ ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാൻ പാടില്ല. സ്ക്രാച്ചസ് ഉണ്ടാവും. ഫ്രിഡ്ജിൻ്റെ അകത്തും നമ്മളത് യൂസ് ചെയ്യാൻ പാടില്ല, പുറത്തും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഡോറിലുള്ള സ്റ്റാൻഡ്, ഇതിലെല്ലാം കമ്പികൾ കൊണ്ട് നമുക്ക് തേച്ച് കൊടുക്കാൻ പാടില്ല. സ്പോഞ്ച് സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലത്. അപ്പം ഞാൻ എല്ലാ ബോക്സും കഴുകി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രീസറിൻ്റെ ബോക്സ് മാത്രമുണ്ട്, അതും ഒന്ന് കഴുകി കൊടുക്കണം. നമ്മൾ ഫ്രീസറിൽ ഒരുപാട് മീറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചിക്കൻ, മട്ടൺ, മീൻ, ഇതൊക്കെ നമ്മൾ കൂടുതൽ അതിൽ സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പം ഇതിലൊക്കെ കൂടുതൽ അഴുക്കുണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് തേച്ച് ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാൻ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അല്പം ഉണങ്ങിയതിന് ശേഷം ഇതെല്ലാം നമുക്ക് വീണ്ടും റീഅറേഞ്ച് ചെയ്യാം. അതുപോലെ ഫ്രിഡ്ജ് നമ്മൾ തുടച്ചു കൊടുക്കുമ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടവലുണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന കോട്ടൺ ക്ലോത്തോ അല്ല മൈക്രോ ഫൈബർ ക്ലോത്തോ, ഓരോ പ്രാവശ്യം നമ്മൾ തുടച്ചതിന് ശേഷം വെള്ളത്തിൽ അത് നല്ലോണം നനച്ചിട്ട്, അതായത് നല്ലോണം മുക്കിയെടുത്തിട്ട് വീണ്ടും നമുക്ക് തുടയ്ക്കും. കാരണം നമ്മൾ ആദ്യം തുടയ്ക്കുന്ന അഴുക്ക് തന്നെ വീണ്ടും നമ്മൾ തുടയ്ക്കുമ്പം എല്ലായിടത്തും അത് കൊള്ളും. അതുകൊണ്ട് ഒരിക്കൽ നമ്മളത് തുടച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ലോണം വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടാണ് വീണ്ടും നമ്മൾ തുടച്ചു കൊടുക്കണം. എല്ലാം നല്ലോണം കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണക്കിയിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് തുടച്ചിട്ടോ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഞാൻ ഫ്രീസറിലുള്ള ബോക്സ് എല്ലാം ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഫിക്സ് ചെയ്യുവാണ്. ഞാൻ ഈ ഗ്ലാസ്സൊക്കെ കഴുകുന്ന സമയത്ത് ഇത് നല്ലോണം കഴുകിയിട്ട് കിച്ചൺ സ്ലാബിൽ തന്നെ ഒരു ടവൽ വിരിച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഞാനിത് ചാരി വെച്ചിരുന്നത്. അപ്പോൾ വെള്ളമൊക്കെ എളുപ്പത്തിൽ അങ്ങ് വടിഞ്ഞു വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാം. ഇപ്പോൾ ഫ്രീസർ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഫ്രിഡ്ജിലും എല്ലാം ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഡോറിലുള്ള ബോക്സ് എല്ലാം നമുക്കൊന്ന് ഫിക്സ് ആക്കണം. അടുത്തതായിട്ട് ഫ്രീസറിൽ വയ്ക്കുന്ന ഒരു ജെല്ല്. ഇത് ഞങ്ങൾ ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. ഫ്രിഡ്ജിൽ കറണ്ട് പോയാൽ 6 to 8 hours വരെ ആ കൂളിംഗ് അങ്ങനെ ഉണ്ടാവും. നമ്മൾ മീറ്റൊക്കെ അതിൽ വയ്ക്കുമ്പം ആ കൂളിംഗ് അങ്ങനെ ഉണ്ടാവും. അതിന് വേണ്ടി ഉള്ള ഇതാണ്. ഇത് ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോഴേ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ്.
അടുത്തതായിട്ട് ഡോറിലുള്ള ബോക്സസ് എല്ലാം ഞാൻ ഫിക്സ് ചെയ്യുവാണ്. ഇതെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുന്നത് വളരെ പാടെന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം 3 മന്ത്സിലൊരിക്കൽ ഫ്രിഡ്ജ് ഡീപ്പായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. ഫ്രിഡ്ജിൽ ചെറിയ അണുക്കളൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിൽ അതുപോലെ സ്മെല്ലും ഉണ്ടാവും. സ്മെല്ലൊക്കെ മാറ്റാനൊക്കെ നമ്മൾ പകുതി നാരങ്ങ കട്ട് ചെയ്തിട്ട് അകത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു ചെറിയ തുണി കഷ്ണത്തിൽ റോസ് എസൻസോ അല്ലെങ്കിൽ വെനില എസൻസോ എന്തെങ്കിലും നല്ല എസൻസ്, അതായത് നമ്മൾ ഫുഡ് എസൻസ് എന്തെങ്കിലും അതിൽ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഓരോ പ്രാവശ്യം അത് ഓപ്പൺ ചെയ്യുമ്പോഴും നല്ല മണം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഡോറിലുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾ ബോക്സിലുള്ള സാധനങ്ങളൊന്ന് അറേഞ്ച് ചെയ്യണം. നമ്മൾ വെജിറ്റബിൾ ബോക്സിൽ ഇങ്ങനെ വെറുതെ വെജിറ്റബിൾസ് കൊണ്ട് ഇങ്ങനെ അകത്ത് വെക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ ചെറിയ കണ്ടെയ്നറിൽ, ഇത് ഞാൻ വാങ്ങിച്ചതല്ല, വീട്ടിലുണ്ടായിരുന്ന ബോക്സിലാണ് വെജിറ്റബിൾസൊക്കെ വെച്ച് ഇതുപോലെ അകത്ത് വെക്കുന്നത്. തക്കാളി ഒരു ബോക്സിലും പച്ചമുളക് ഒരു ബോക്സിലും, അതായത് നമ്മൾ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബോക്സിലൊക്കെ ആക്കി അകത്തേക്ക് വെക്കാം. ഇപ്പോൾ കടകളിലൊക്കെ ഒരുപാട് ഈ സാധനങ്ങളെ വയ്ക്കുന്ന കണ്ടെയ്നറൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ അതുപോലത്തെ സാധനങ്ങൾ വാങ്ങിച്ച് അതിൽ തന്നെ അറേഞ്ച് ചെയ്ത് നമുക്ക് വയ്ക്കാം. അടുത്തതായിട്ട് ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ ഞാനിപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും വയ്ക്കുന്നില്ല. കുറച്ച് മാവുകളുണ്ട്. പുറത്ത് വെച്ചാൽ കേടായി പോകുന്നുള്ള ഐറ്റങ്ങൾ മാത്രം, മാവ് ഐറ്റങ്ങൾ മാത്രം ഞാനിപ്പോൾ ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രൂട്ട്സ് വയ്ക്കുമ്പോഴും ചെറിയ ബാഗിലോ സിപ്പർ ബാഗിലോ അല്ലെങ്കിൽ ചെറിയ കണ്ടെയ്നറിലോ വെച്ചാണ് വയ്ക്കാറ്. ഇനി ഫ്രീസറിലുള്ളതെല്ലാം നമ്മളൊന്ന് അറേഞ്ച് ചെയ്യാം. ഫ്രീസറിൽ ഫിഷ് ഉണ്ടായിരുന്നു, അതുപോലെ ചിക്കൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ബട്ടർ എടുക്കാൻ വേണ്ടി പാലിലുള്ള പാൽപ്പാടയൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അതും ഫ്രീസറിലാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പം ഫ്രിഡ്ജും ഫ്രീസറും എല്ലാം നമുക്കിപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ഫ്രിഡ്ജും ഓരോ ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് പ്രൊസീജിയേഴ്സും മാറാൻ സാധ്യതയുണ്ട്. ഏത് ഫ്രിഡ്ജായാലും നമ്മൾ 3 അല്ലെങ്കിൽ 4 മാസത്തിനൊരിക്കൽ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ യൂസ്ഫുള്ളായ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.